ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയ് ത്രിയർ വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ഉണ്ടോ? ഇത് നമ്മുടെ വീട് പണിയുന്ന സമയം തൊട്ടുള്ള വീഡിയോസാണ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളും അതിലെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ തറ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കിണർ കുഴിക്കണം. സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിണർ കുഴിക്കുക എന്നുള്ളതാണ്. വെള്ളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ കിണർ കുഴിക്കുക, കറണ്ടിൻ്റെ കണക്ഷൻ എടുത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു കോൺട്രാക്ടറെ കാണണം. ചിലപ്പോൾ ഒരാളെ കണ്ടാൽ പോരാ, ഒരുപാട് പേരെ കണ്ടു വരും. കാരണം നമുക്ക് നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി. ഞാനൊരു 8 പേരോളം കണ്ടു. അതിന് നമുക്ക് നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി കേട്ടോ. മകേഷ്, പെരുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട് പെരുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. അപ്പോൾ നമുക്ക് പറ്റിയ ഒരു കോൺട്രാക്ടറായിരുന്നു. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ വീട് കയറിക്കോടിൻ്റെ വീഡിയോസിൽ കോൺട്രാക്ടറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടോ തറ കെട്ടി, അതിനുശേഷം ബെൽറ്റ് വാർത്തു, കരിങ്കല്ലാട്ടോ തറ കെട്ടിയത്. അതിനുശേഷം ചെങ്കല്ല്, ചില സ്ഥലത്ത് വെട്ടുകല്ല് എന്നൊക്കെ പറയും, അതിലാണ് നമ്മൾ ഭിത്തി കെട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വീട് പണിയുമ്പോൾ നല്ലൊരു പ്ലാൻ തയ്യാറാക്കണം. സ്റ്റെയർ കേസ് പണിയണമെന്ന് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും നല്ലത് കുറച്ച് സ്ഥലമുള്ളവർക്ക് അപ്സ്റ്റെയറിൽ കൂടുതൽ റൂമും താഴെ റൂമുകൾ കുറയ്ക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് സ്റ്റെയർ കേസ് പണിത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മുകളിൽ തറ കിട്ടുന്ന പൈസ, അതുപോലെ നിലം കോൺക്രീറ്റ് ചെയ്യുന്ന പൈസ, ആ പൈസയൊക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഭിത്തിയൊക്കെ പെട്ടെന്ന് കെട്ടിക്കഴിഞ്ഞു കേട്ടോ. നമ്മളൊരു 6 മാസം കൊണ്ടൊക്കെ നമ്മുടെ വീട് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജനലുകളൊക്കെ കോൺക്രീറ്റാണ്. വാതിലുകൾ ഫ്രണ്ടും മുൻവശമൊക്കെ മരമാണെങ്കിലും ബെഡ്റൂമിനൊക്കെ എല്ലാ വാതിലും നമ്മൾ കോൺക്രീറ്റാണ് കൊടുത്തത് കേട്ടോ. നമ്മൾ കുറേ നാൾ പഠിച്ചിട്ടാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് നല്ലൊരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, സൂട്ടബിളായിട്ടുള്ള, നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു കോൺട്രാക്ടറെ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു 8-9 പേരെ കാണിച്ചപ്പോഴത്തേനും ഒരാൾ നല്ലപോലെ കിട്ടി, നല്ലപോലെ പണിതു. കണ്ടോ, നമ്മളിപ്പോൾ ഭിത്തികെട്ടൊക്കെ കഴിഞ്ഞിട്ട് സെൻസൈഡ് വാർക്കുകയും അതുപോലെ ലിൻഡൽ കോൺക്രീറ്റിങ്ങുമാണ് നടന്നത്. ഇതൊക്കെ പെട്ടെന്ന് നടന്നു. 1 മാസം കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നത്. ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വന്ന് നോക്കുക. വൈകുന്നേരം വന്ന് നോക്കി കുറച്ച് നനയ്ക്കാനൊക്കെ കൂടും. അവർ തന്നെയായിരുന്നു നനച്ചോ കേട്ടോ. എങ്കിലും നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് നനയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ തറയിലോട്ട് കുറേ മണ്ണടിക്കേണ്ടി വന്നു കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റെയറും വാർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങൾ എല്ലാ ദിവസവും പറ്റില്ല, വരാൻ പറ്റുന്ന ദിവസങ്ങൾ വരും, അല്ലാത്ത ദിവസം കോൺട്രാക്ടർ തന്നെയാണ് നനയ്ക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റെയറും വാർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടിളകളും ജനലുകളൊക്കെ ലാസ്റ്റാണ് ഇവിടെ വെക്കുക. നമ്മുടെ വയനാട്ടിൽ വെച്ചാൽ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടിളയും ജനലൊക്കെ വെച്ച് പോകും. ഇവിടെ നേരെ മറിച്ചാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുക. ഇതാ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ലിൻഡിൽ വാർത്ത് കഴിഞ്ഞപ്പോൾ സെൻസൈഡും വാർത്തിട്ടുണ്ട്, ലിൻഡിലും വാർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്ന് ഗ്രൗണ്ട് ഫ്ലോർ. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് നനയ്ക്കുമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇത് കിട്ടും. എന്താ, വൈഫ് നനയ്ക്കുന്നുണ്ടോ? മുകളിൽ കയറിയിട്ട് നല്ല നനയ്ക്കില്ല. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നാണ് കേട്ടോ രണ്ടാളുടെ വൈകുന്നേരം. ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ വാർപ്പാണ്. അതിന് കമ്പി കെട്ടുന്ന കാഴ്ചയാണിത്. ഇതാണ് നമ്മുടെ കോൺട്രാക്ടർ മകേഷ് ഏട്ടൻ. മുഖം കാണുന്നില്ല, തിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചുകൊണ്ടാണ് ഇതിൽ ക്ലിയറായിട്ട് കാണിക്കാത്ത കേട്ടോ. അങ്ങനെ ആ കോൺക്രീറ്റ് കഴിഞ്ഞു നല്ലപോലെ നനച്ചിടണം. ചുറ്റും പിന്നെ ചെറിയ കട്ട കൊണ്ടൊക്കെ ഇത് കെട്ടിയിട്ട് ഫുള്ളായിട്ട് നനച്ചിട്ടു കേട്ടോ. കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. ഒരു വശം അങ്ങനെ കഴിഞ്ഞ് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. നമ്മൾ കോൺട്രാക്ടർ കൊടുത്തേക്കായിരുന്നു. നമ്മൾ കൊടുത്ത കോൺട്രാക്ടർ വെച്ചാൽ ഫുൾ സ്ട്രക്ചർ വാർത്ത് അതിൽ നമുക്ക് കട്ടളയൊക്കെ വെച്ച് തരും, അതുപോലെ തന്നെ വയറിങ്ങും ചെയ്തു തരും. ആ ഒരു രീതിയിലാണ് നമ്മൾ കോൺട്രാക്ടർ കൊടുത്തത് കേട്ടോ. പല രീതിയിലുണ്ട്, മുഴുവൻ പണി ചെയ്യുന്നവരുണ്ട്, ലേബർ വർക്ക് ചെയ്യുന്നവരുണ്ട്, പല രീതിയിലുണ്ട്. നമ്മൾ കൊടുത്തത് എങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ബണ്ട് കെട്ടിയിടും, അതിൽ നിന്നിട്ട് വെള്ളം നനച്ചിടും. അങ്ങനെ എല്ലായിടത്തും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഒരു വീട് പണിയുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. വീട് പണിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പണിയുക. അതുപോലെ തന്നെ പണമുള്ളവർക്ക് പ്രശ്നമല്ല, ഇല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാനിങ് തയ്യാറാക്കണം.
ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള കെട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അതിന് ശേഷം എടുത്ത വീഡിയോസാണിത്. നമ്മളിത് ഒരു 2.5 വർഷത്തിന് ശേഷം, സ്ഥലം എടുത്തിട്ട് 2.5 വർഷത്തിന് ശേഷമാണ് പണി തുടങ്ങിയത്. അതിനിടയ്ക്ക് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റൊക്കെ റെഡിയാക്കി, പിന്നെ നല്ലൊരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് നമ്മൾ നല്ലൊരു എഗ്രിമെൻ്റൊക്കെ വെച്ചു. നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട സിമൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏത് ഭിത്തി കെട്ടാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, കമ്പി ഏതാണ്, ഇതൊക്കെ നമ്മൾ എഗ്രിമെൻറ്റിൽ വെക്കണം. അതൊന്നും മറന്നു പോയത്. അതൊക്കെ നമുക്ക് എത്ര വിശ്വാസമുള്ള ആളാണെങ്കിൽ ശരി, അതൊക്കെ വെക്കുന്നത് നല്ലതാണ്. എഗ്രിമെൻറ്റ് വെക്കുന്നത് എത്ര കാലത്തിനുള്ളിൽ പണി തീർത്തരാൻ കഴിയും, എങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അതാണ് രണ്ടും ഐഡിയ. പിന്നെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ നടത്തുമ്പോൾ പ്ലംബിംഗ് ഒക്കെ നമ്മൾ കരാറായിട്ട് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽസ് വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വയറിങ്ങിൻ്റെ മെറ്റീരിയൽസും അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിൻഡിൽ വാർപ്പിൻ്റെ ആ പണിയാണ് കേട്ടോ. ഇതേണ്ട് ഫസ്റ്റ് ഫ്ലോർ ലിൻഡിൽ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെൻസൈഡും വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ലിൻഡൽ വാർപ്പും അതേപോലെ മെയിൻ വാർപ്പിനൊക്കെ ഞാനും വൈഫും ഫുൾ ടൈം ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ കൂടെ നിന്ന് നമ്മൾ നോക്കാം അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, എന്താണ്, കമ്പി ഏതാണ്, സിമൻറ്റ് ഏതാണ്, അവർ പറഞ്ഞത് തന്നെയാണോ അല്ലെ നമ്മൾ പറഞ്ഞു കൊടുത്ത സംഭവമാണോ അവർ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. പിന്നീടൊരു സംസാരത്തിന് വരുത്താതെ നോക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ LED ബൾബൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വയറിങ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. ഞാനും കൂടെ ഉണ്ടായിരുന്നു. ചെയ്യുന്നത് നമ്മുടെ കോൺട്രാക്ടർ തന്നെയാണ്. നമ്മൾ ഈ കമ്പി കെട്ടിയതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം, അളവൊക്കെ നോക്കണം. നമ്മൾ അറിയുന്നവരാണെങ്കിൽ അളവൊക്കെ നോക്കണം. അതെടുത്തിരിക്കുന്ന എത്ര mm കമ്പിയാണ്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നതിനാണോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. നമ്മുടെ കോൺക്രീറ്റിന് അൾട്രാടെക് സിമൻ്റാണ് ഉപയോഗിച്ചത്. അതേപോലെ കെൻസയുടെ കമ്പി, അതേപോലെ പ്രിൻസ് TMT കമ്പി, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ഥലം എടുക്കുമ്പം അവിടെ വാഹന സൗകര്യമുള്ളൊരു സ്ഥലം എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പ്ലോട്ട് എന്ന് വെച്ചാൽ കയറ്റം ഇറക്കമൊന്നുമില്ല, മെയിൻ റോഡിന് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ സ്ഥലം എടുക്കുമ്പോൾ വാഹന സൗകര്യവും വെള്ള സൗകര്യവും നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ടൗണിലോട്ട് പോകാനുള്ള വണ്ടികളൊക്കെ കിട്ടുന്ന റോഡാണെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീടിൻ്റെ കോൺക്രീറ്റ് 5 ഇഞ്ച് സൈസിലാട്ടോ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. 5 ഇഞ്ചാണ്. ചിലത് 4 ഇഞ്ച് ചെയ്യുന്നുണ്ട്, ഇത് 5 ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ സെപ്റ്റിക് ടാങ്ക് എവിടെ വേണം, കിണർ എവിടെ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലംബിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴ നമ്മളെ പറ്റിച്ചില്ല. കാരണം നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിനൊക്കെ ശേഷമാണ് മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ നനവ് നമുക്ക് നല്ല ലാഭമായിട്ടോ. വീടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി എങ്ങനെ ഉണ്ടാവും കണ്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട്. നമ്മുടെ മുന്നിൽ കൂടെ ഒരു ടാറിട്ട റോഡ്, ഏകദേശം 8 അടി വീതിയുള്ള റോഡാണ് പോയുന്നത്. അതുകൊണ്ട് നമുക്ക് വാഹന സൗകര്യം നല്ല സുഖമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നൊരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് പോകുന്ന റോഡുമാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞു, മുഴുവൻ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. മോള് കണ്ടോ. അതിനുശേഷം വന്നപ്പം മോളെയും കൂട്ടി ഞങ്ങൾ വന്നു. മോൾക്ക് കണ്ടപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കണം തോന്നി, അതാണ്. പിന്നീട് നമ്മളെടുത്തത് കട്ടള വെപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതുണ്ടോ, മരത്തിൻ്റെ കട്ടലാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ബാക്കി നമ്മൾ കോൺക്രീറ്റാണ് ബെഡ്റൂമിനൊക്കെ വെച്ചിരിക്കുന്നത്. അത് കൊണ്ടുവന്നിട്ടില്ല. ആ മരത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചപ്പോൾ നമ്മൾ വന്നപ്പം അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ പകർത്തി. ഇത് ഹിൽവുഡ് മെറ്റീരിയൽ കേട്ടോ. എൻ്റെ പേരെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, ആ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് അടുക്കള വശത്തുള്ള കട്ടളയാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. അടുക്കള വശവും മുൻവശവും അതുപോലെ ബാൽക്കണിയും 3 മരത്തിൻ്റെ കട്ടളയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് മരം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ
കട്ടലുകളായാലും ജനലുകളൊക്കെ ആയാലും നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഇതുണ്ട്, തേപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ തേപ്പൊക്കെ കഴിഞ്ഞു, ജനലുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. തേപ്പും നമ്മുടെ കോൺട്രാക്ടറിനെ നടത്തുന്ന കേട്ടോ, തേപ്പ് വരെയാണ് നമുക്കുള്ളത് കേട്ടോ. സ്ട്രക്ചർ വാർത്തു, അതിൽ വയറിങ് കഴിഞ്ഞു, കട്ടള ജനലുകളൊക്കെ വെച്ച് കഴിഞ്ഞു, തേപ്പും കഴിഞ്ഞു. അത്രയാണ് അവരുടെ വർക്ക്. നമ്മളെടുത്തിരിക്കുന്ന ടൈല് കണ്ടോ, അതിനുശേഷം നമ്മളാണ് ടൈല് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത് മറ്റൊരാളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാനതിൽ കുറേ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്, വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടൈൽ ഇങ്ങനത്തെയാണ്. ബാത്റൂമിൻ്റെ ടൈലാണിത്. ഇത് കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ട്. നമ്മളിത് വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റിലൊക്കെ എടുത്ത് അല്ലാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ സ്റ്റെയറിൻ്റെതും കിച്ചൻ്റെതും ഒരേപോലത്തെ ടൈലാണ്, ഒരു വുഡൻ ഫിനിഷുള്ള ടൈൽ. നമ്മുടെ ബാത്റൂം ഐറ്റംസ്, വാഷ് ബേസിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയതാണ്, പ്ലംബിങ് ഐറ്റംസ്. ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേന് വയറിങ്, അതുപോലെ തന്നെ ജനലുകൾ സെറ്റ് ചെയ്യുക, പെയിൻറ്റിങ് എല്ലാം ഒരേ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉണ്ടോ, ഓരോ സ്ഥലത്ത് പെയിൻറ്റ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് വയർ ചെയ്യുന്നു, ഇനി മുകളിൽ ജനലുകളൊക്കെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ജഗപൊക പണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളയാണ് അടിച്ചിരിക്കുന്നത്, സൈഡിലൊക്കെ പെയിൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ വീട് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നൊരു കാര്യം, നമ്മുടെ വീട് പണിയെടുത്ത ആരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വീട് പണി ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ. JCB വെച്ചിട്ട് മുറ്റം ഒന്ന് റെഡിയാക്കുകയാണ്, ലെവൽ ചെയ്യാണ്. കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വലിച്ചിട്ട് ലെവൽ ചെയ്യാണ്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല, ചെറിയ ചെറിയ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വരും സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഹാൻഡ് റെയിൽ ചെയ്യുന്നുണ്ട്. ഹാൻഡ് റെയിൽ ചെയ്യുന്നത് ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ടാണ് നമുക്കൊരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരാളെ കിട്ടിയത്. നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഹാൻഡ് റെയിലൊക്കെ ചെയ്ത ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നോ അതിൽ കൂടുതലോ പേരോട് അന്വേഷിക്കുക. സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. പണം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കൂടുതൽ പേരോട് അന്വേഷിക്കണം. ആരാണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു തരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേരോട് അന്വേഷിച്ചാലാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാൻ ആൾക്കാരുണ്ടാവുള്ളൂ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വീട് പണിത് ആരെങ്കിലുമൊക്കെ കോൺട്രാക്ടർ വേണമെങ്കിൽ കോൺട്രാക്ടർ നമ്പറോ അല്ലെങ്കിൽ ഹാൻഡ് റെയിൽ നമ്പറോ അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമ്മൾ തരാൻ തയ്യാറാണ് കേട്ടോ. തൽക്കാലം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വരും വീഡിയോയിൽ നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.